തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കണ്ണൂരിലേക്ക് പോകാൻ ജാമ്യവ്യവസ്ഥയിൽ ഉടൻ ഇളവ് തേടില്ലെന്ന് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും വ്യക്തമാക്കി. ഇതിനിടെ കാരായിമാർക്ക് കെട്ടിവെക്കാൻ കാശ് കൊടുത്ത ടി പത്മനാഭനെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. എ അശോകനും ഒ കെ വാസുവും ഇന്ന് CPIM സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ചു. കൂത്തുപറമ്പ് ബ്ലോക്കിലെ മങ്ങാട്ടിടത്ത് നിന്ന് മത്സരിക്കാനാണ് ഇരുവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഒ കെ വാസു ഔദ്യോഗിക സ്ഥാനാർത്ഥിയായും എ അശോകൻ ഡമ്മി സ്ഥാനാർത്ഥിയുമായാണ് പത്രിക നൽകിയത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഒ കെ വാസു പത്രിക പിൻവലിച്ചേക്കും. അഷ്ന വധശ്രമ കേസിൽ അശോകൻ പ്രതിയായ സാഹചര്യത്തിലാണ് ഈ നീക്കം. അതിനിടെ കാരായി രാജന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാൻ കാശ് നൽകിയ സാഹിത്യകാരൻ ടി പത്മനാഭനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. നടപടി പൈശാചികമാണെന്ന് പന്തളം സുധാകരൻ പറഞ്ഞു. മലയാളത്തിന്റെ ഈ പ്രിയപ്പെട്ട സാഹിത്യകാരന്റെ ഈ നടപടി ക്രൂരമാണ്, പൈശാചികമാണ്. CPM കൊലപാതക രാഷ്ട്രീയത്തെ പിണറായി വിജയനേക്കാൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫസലിന്റെ ഭാര്യയോട് എഴുത്തുകാരൻ മാപ്പ് പറയണമെന്നായിരുന്നു P രാമകൃഷ്ണന്റെ പ്രതികരണം. ഫസലിന്റെ വിധവയോട് മാപ്പ് പറയണം. അദ്ദേഹത്തെ അല്പമെങ്കിലും പ്രായശ്ചിത്തമുണ്ടെങ്കിൽ ഫസലിന്റെ വിധവയോട് മാപ്പ് ചോദിക്കണം ടി പത്മനാഭൻ. ജനവികാരം മനസ്സിലാക്കി കാരായിമാർ പത്രിക പിൻവലിക്കേണ്ടി വരുമെന്ന് കണ്ണൂർ DCC പ്രസിഡന്റും പ്രതികരിച്ചു. റിപ്പോർട്ടർ, കണ്ണൂർ.